എടാ തഞ്ചാവൂർ പോയാലോ? അങ്ങനെ ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടി പെട്ടിയും പാക്ക് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങി. ഒരു 2 ഡേ ട്രിപ്പായിരുന്നു പ്ലാൻ. ആൻഡ് ഫസ്റ്റ് ഡേ വ്ലോഗാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇനി എങ്ങോട്ടെന്നല്ലേ? ക്ലൂ തരാം. അതെ, തഞ്ചൈ പെരിയ കോവിലാണ് ഫസ്റ്റ് ലക്ഷ്യം. ഞാൻ ഓൾറെഡി തഞ്ചാവൂർ പോയിട്ടുള്ളതാണ്. എന്നാലും ഈ ട്രിപ്പ് എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയും ഒരു ഗേൾസ് ട്രിപ്പ് പോയിട്ടേ ഇല്ല. ഇതെൻ്റെ ഫസ്റ്റ് ഗേൾസ് ട്രിപ്പാണ്. അപ്പോൾ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. നൈറ്റ് 8:50 നാഗർകോയിലിൽ നിന്നാണ് ഞങ്ങൾക്ക് ഡയറക്റ്റ് ട്രെയിൻ സീറ്റ് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് നാഗർകോയിൽ, പിന്നെ അവിടെ നിന്ന് തിരുച്ചിറപ്പള്ളി, ട്രിച്ചി, പിന്നെ ട്രിച്ചി ടു തഞ്ചാവൂർ. ഇതാണ് പ്ലാൻ. തഞ്ചാവൂരിലേക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ട്രെയിനില്ല. നമ്മൾ ട്രിച്ചിയിൽ ഇറങ്ങിയിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഞങ്ങൾ നാഗർകോയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളുടെ ഡിന്നറൊക്കെ ഫിനിഷ് ചെയ്തിട്ടാണ് ട്രെയിൻ കയറിയത്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, പറഞ്ഞു. എനിക്ക് 2 വാക്ക് സംസാരിക്കാനുണ്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞങ്ങളുടെ ഇനിഷ്യൽ പ്ലാൻ ട്രിച്ചി റെയിൽവേ സ്റ്റേഷനിൽ റിട്ടയർമെൻറ്റ് റൂം എടുത്തിട്ട് ഫ്രഷായി തഞ്ചയ്ക്ക് പോകാമെന്നായിരുന്നു. കാര്യം ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ തഞ്ചാവൂർ റിട്ടയർമെൻറ്റ് റൂമൊന്നും കണ്ടില്ല. അപ്പോൾ ട്രിച്ചിയിലെത്തി നോക്കിയപ്പോൾ റൂംസ് ഒന്നും ഫ്രീ അല്ലായിരുന്നു. അപ്പോൾ നേരെ തഞ്ചയ്ക്ക് വിട്ടു. പ്ലാൻ മാറ്റി അവിടെ ചെന്നിട്ട് വല്ല റൂമോ എന്തെങ്കിലും എടുക്കാമെന്നുള്ള പ്ലാനായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് തഞ്ചാവൂർ സ്റ്റേഷൻ്റെ റിട്ടയർമെൻറ്റ് റൂമിൻ്റെ ഒരു ബോർഡ് കാണുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ ഫുൾ ഇരുട്ട് പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ വർക്കിംഗ് ആണോ ഇല്ലയെന്നൊരു ഡൗട്ട് തോന്നി. ആകെ ഒരു ഡാർക്ക് സീൻ പോലെ തോന്നിയുകൊണ്ട് താഴെ ഹെൽപ്പ് ഡെസ്കിൽ പോയി ചോദിച്ചപ്പോൾ, ഒരു പോലീസ് ചേച്ചിയോട് പോയി ചോദിച്ചപ്പോൾ വർക്കിംഗ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. അവിടുത്തെ ചേട്ടൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടന്നുറങ്ങുമായിരുന്നു. ഞങ്ങൾ വിളിച്ചപ്പോൾ പെട്ടെന്ന് എണീറ്റ് ഡോർമെറ്ററി എല്ലാം സെറ്റാക്കി തന്നു. അങ്ങനെ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ്നപ്പ് ആയാൽ മതിയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫ്രഷായി നല്ല സുന്ദരി കുട്ടികളായിട്ട് ഒരുങ്ങി ഒരു ഓട്ടോയിൽ കയറി നേരെ തഞ്ചാവൂർ ടെമ്പിളിലേക്കാണ് ഫസ്റ്റ് പോയത്. അങ്ങനെ നമ്മൾ കോവിലെത്തി മുല്ലപ്പൂവൊക്കെ വാങ്ങി ഒരു ചെറിയ ഫോട്ടോഷൂട്ട് സെഷനൊക്കെ കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറി. നോക്കിയപ്പോൾ ഉണ്ട് ഒരു മയിൽ അവിടെ ഫീമെയിലിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ച പണി 18 നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ടും അതിനെ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നീട് ഞങ്ങൾ അകത്ത് കയറി. അകത്തെ വീഡിയോസൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. ആക്ച്വലി അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിലേക്ക് വീഡിയോഗ്രാഫി പാടില്ല എന്ന്. പക്ഷേ എന്നാലും കുറേ പേര് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത് വയലേറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോസൊന്നും എടുത്തില്ല. എന്നിട്ട് ഞങ്ങൾ ടെമ്പിളിന് ഉള്ളിലുള്ള ഒരു സ്റ്റോറിൽ തഞ്ചാവൂർ ബൊമ്മ കിട്ടുമെന്ന് നോക്കി. അപ്പോൾ അതിൻ്റെ റേറ്റ്സൊക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിച്ചു പുറത്ത് ചിലപ്പോൾ ഇതിലും ലാഭമായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്, പുറത്താണെങ്കിൽ കൊള്ളവില്ല. പിന്നെ തിരിച്ചു പോകാൻ മടിച്ച് വേണ്ടവർ ഇവിടെ നിന്നൊക്കെ തന്നെ ആയിട്ട് വാങ്ങുമായിരുന്നു. റോഡിൽ നിന്ന് മാറുകുട്ടി നല്ല അനുസരണ ഉള്ളതാ. പക്ഷെ എന്തിനാ എൻ്റെ നേർക്ക് വരുന്നേ? ട്യൂൺ ചെയ്യാൻ നോക്കുവാണോ? നടക്കത്തില്ല. അക്ഷു, നീ ഒന്ന് ഡീൽ ചെയ്തേ. പിന്നീട് ഞങ്ങൾ പോയത് ഇവിടെ കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു കോഫി കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ്, കോഫി പാലസ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ലഞ്ചും കഴിച്ചു. ലഞ്ച് ആക്ച്വലി ഒരു ആവറേജ്, ഒരു എബോവ് ആവറേജ് ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ കോഫി ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഇവർ തന്നെ ഗ്രൈൻഡ് ചെയ്യുന്ന ആണെന്ന് മറ്റോ ആണ് പറഞ്ഞത്. അങ്ങനെ എനിക്ക് മനസ്സിലായത്. ഞങ്ങൾക്ക് സെർവ് ചെയ്ത് തന്ന ചേച്ചി ഭയങ്കര സ്വീറ്റായിരുന്നു. ഞങ്ങൾക്കാണ് ഈ കറിയുടെ പേരൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ചേച്ചി പിന്നെയും പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പായസം.
അതെ. അങ്ങനെയുണ്ടോ? ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വയറ് ഡിമ്മായി, ഒരു തുള്ളി സ്ഥലം വയറ്റിൽ ബാക്കി ഉണ്ടായിരുന്നില്ല. എന്നാലും ഇത്രയും ദൂരെ വന്നിട്ട് ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള കോഫി ട്രൈ ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു 2 കോഫി ഓർഡർ ചെയ്തു. നല്ല കിടിലൻ സ്ട്രോങ് കോഫി. ഈ ട്രിപ്പിൻ്റെ ഐറ്റിനറി ഫുൾ പ്രിപ്പയർ ചെയ്തത് അക്ഷയാണ്. നെക്സ്റ്റ് എങ്ങോട്ടാന്ന് അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു വീണാമ്മയ്ക്കും കാണാൻ പോകാമെന്ന്. അപ്പോൾ ഞങ്ങളും പറഞ്ഞു ശരി എന്നാൽ പോയി കളയാം. അങ്ങനെ ഞങ്ങൾ വീണ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് വന്നു. നല്ല രസമായിരുന്നു കേട്ടോ ഇവിടെ ഓരോ പ്രോസസ്സും കാണാൻ വേണ്ടിയിട്ട്. ഈ ചേട്ടനാണ് ഇവിടുത്തെ ഓണർ. അപ്പോൾ ചേട്ടൻ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ കയ്യിൽ ഈ തഞ്ചാവൂർ ബൊമ്മ ഇരിക്കുന്ന കണ്ടിട്ട് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ആക്ച്വലി നമ്മൾ മേടിച്ച സ്ഥലത്തൊക്കെ തഞ്ചാവൂർ ബൊമ്മ എന്ന് പറഞ്ഞ് വിൽക്കുന്നത് മിക്കതും ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്നതാണ്. അതല്ലാതെ ഇവിടെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ നിന്ന് മേടിക്കുവാണെങ്കിൽ ഇതിൻ്റെ ഒരു പകുതി അല്ലെങ്കിൽ പകുതിയുടെ പകുതി പൈസയ്ക്ക് നമുക്ക് മേടിക്കാനും പറ്റും. അവർക്കതൊരു ഹെൽപ്പും ആവും. ഇതുപോലെ അവരുണ്ടാക്കുന്ന ആ സ്ഥലം നമുക്ക് പോയി വിസിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആക്ച്വലി ഞങ്ങൾ മിസ് ചെയ്തു. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അതിനെപ്പറ്റി. ഈ ചേട്ടന് നമ്മുടെ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അടക്കം കുറേ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചുവര് നിറയെ ചേട്ടന് കിട്ടിയ അവാർഡ്സ് ആണ്. നാഷണൽ അവാർഡ്. இது வந்து டிஸ்ட்ரிக்ட் அவார்டு. ஜெயலலிதா தெரியுமா? ஆமா தெரியும். ஜெயலலிதா இவங்கள்ட்ட 2 அவார்டு வாங்கணும். ஓ ஓகே. ரொம்ப பெரிய ஆளா இருக்கீங்க. இல்ல இல்ல நான் சாதாரண. இது கோல்ட் இல்ல? இது கோல்ட். தஞ்சாவூர் பெயிண்டிங். தஞ்சாவூர் வீணை ஒர்க்குன்னு நீங்க யூடியூப், இன்ஸ்டாகிராம் தஞ்சாவூர் வீணை ஒர்க் அத வெப்சைட். ഫിനിഷായ ഒരു വീണയ്ക്ക് 10 കിലോ വെയിറ്റ് ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ആൻഡ് ഇത് ജാക്ക് ഫ്രൂട്ട് വുഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഓട്ടോ ചേട്ടനാണ് ഞങ്ങളിവിടെ കൊണ്ടുവിട്ടത്. എന്ത് സ്വീറ്റ് ചേട്ടനായിരുന്നു എന്ന് പറയുന്നത്. ഞങ്ങളെ അവിടെ ജസ്റ്റ് വിടാതെ ഞങ്ങളുടെ കൂടെ അകത്ത് നടന്നു വന്ന് ഞങ്ങളോടൊപ്പം നിന്ന് പിന്നെ തിരിച്ച് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ വരെ ആക്കി തന്നു. അത് ഭയങ്കര പ്രോപ്പറായിട്ടുള്ളൊരു ചാർജ് മാത്രമേ ചേട്ടൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മുടെ. ഈ ട്രിപ്പിൽ ഞങ്ങൾ ഒരുപാട് നല്ല സ്വീറ്റ് ആൾക്കാരെ കണ്ടൊരു ട്രിപ്പാണ്. ഇതൊക്കെ കണ്ടു തീർന്നപ്പോൾ തന്നെ ഈവനിങ് ആയി. പിന്നീട് ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിക്കാമെന്ന് വിചാരിച്ചു. ചേട്ടൻ തന്നെ ഞങ്ങളെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ടാക്കി. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഓക്കെ, അതൊരു പോസ്റ്റിൽ അവിടെ കിടക്കട്ടെ. നെക്സ്റ്റ് ഇതിൻ്റെ പാർട്ട് 2 നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്താണെന്ന് പറയാം. ഞങ്ങൾ ബസ്സിൽ വെച്ചൊരു ചേച്ചിയെ മീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ ലൈഫ് സ്റ്റോറീസൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇതാണ് ആ ചേച്ചി ഞങ്ങൾ ബസ് കയറ്റി വിടാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ വരുമായിരുന്നേ. ഞങ്ങൾ ചേച്ചിയോട് തിരിച്ചു പൊയ്ക്കോളാൻ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ചേച്ചി ചെന്നൈയിൽ നിന്ന് വരുമോ, രാവിലെ തൊട്ട് സ്റ്റാർവ് ചെയ്തിരിക്കുമോ, ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിക്കാതെ വരുന്ന ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചേച്ചി തിരിച്ചു പൊയ്ക്കോളാൻ പറഞ്ഞു. ഇപ്പൊ കൊണ്ടോ കോലം. അങ്ങനെ ഞങ്ങളൊരു ഈവനിങ് 6-6:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ പാർട്ട് 1. ഇനി ബാക്കി പാർട്ട് 2 കാണാം.